എന്താ സീനറിയില്ല, കിടിലൻ വ്യൂ, രക്ഷയില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ പോർട്ട്. അപ്പോൾ ട്രാവൽ പോർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കി നല്ല കിടില സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ എണീറ്റിട്ട് ഞങ്ങളിന്ന് മിനി ഊട്ടി വന്നതാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം. പക്ഷേ അവിടുത്തെ രാവിലത്തെ വ്യൂ എന്ന് പറഞ്ഞത് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞാനും പോയൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ നോക്കിയേ, നല്ല കിടിലൻ വ്യൂ. ഓ, നല്ല സ്റ്റണ്ണിങ് വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിറച്ച് നല്ല കോടയാണ് അല്ലേ. താഴെ ഇങ്ങനെ ഫുള്ള് ഏറ്റവും താഴ്ഭാഗത്താണ് ഇവിടെ നല്ല കോട ഉള്ളത് തോന്നുന്നുണ്ട്. ഉണ്ടോ, ആ മലകളുടെ ഒക്കെ ഇടയിൽ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ. ഓ, നല്ല കിടില തണുപ്പായിരിക്കും. ഇവിടെ തന്നെ നല്ല തണുപ്പുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ശരിക്കും മിനിയൂട്ടിക്കാണ് പോകണം. അപ്പോൾ മിനിയൂട്ടിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഒരു ക്രഷറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രഷറിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാലുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഇവിടെ നിർത്തിയെന്ന് മാത്രം. ഇവിടെയൊക്കെ ഇങ്ങനെ കോടയുണ്ട്, പക്ഷെ നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം പെടുന്നുണ്ടെന്നൊന്നും അറിയില്ല. ഓ, ഇതല്ല ഒരു അടിപൊളി വ്യൂ ആയി. അപ്പോൾ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് മിനിയൂട്ടിൻ്റെ നല്ല വ്യൂ കാണുന്ന ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. മിനിയൂട്ടിൻ്റെ പക്ക വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ആഹാ, ഇവിടെ കുറേ ചെക്കന്മാരുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കടകളൊക്കെ ഇവിടെ ചെറിയ കടകളൊക്കെ ഇവിടെ അങ്ങനെ ഓപ്പണാണ്. ആ, ചായക്ക് വരാം. മിനിയൂട്ടി കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് രാവിലെ. എത്രങ്ങാനും ആൾക്കാരല്ലേ ഈ ഇത്ര നേരത്തെ തന്നെ ഇവിടെ. ഞങ്ങൾ അവിടെ നിൽക്കാത്ത എന്താ വെച്ചാൽ ഇതിൻ്റെ താഴെ ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത്. അത് തന്നെയാണ്, അവിടെ തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നല്ല രസമുള്ളൊരു വ്യൂ ഉണ്ട് ഇവിടെ. അവിടുന്ന് കുറച്ചും കൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങിയാലാണ് ആ വ്യൂ. ഇവിടെ അല്ലേ? ഓക്കെ. മഞ്ഞ് പുതച്ച മിനിയൂട്ടി അല്ലേ. ശരിക്ക് അത് ഏതാ ഭാഗങ്ങളെന്ന് അറിയില്ല അല്ലേ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് മഞ്ഞാണ്. അവിടെ നോക്കി, ആ സൈഡൊക്കെ നോക്കുന്നത്, ഇതിലൂടെയൊക്കെ കംപ്ലീറ്റ് മഞ്ഞ്. ഓ, ഫുള്ള് പൊതഞ്ഞ് കിടക്കണം അവിടെ നിന്ന് അങ്ങോട്ടാണ് ഫുള്ള്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിനിയൂട്ടി എത്തിയിട്ടുണ്ട്. നല്ല കിടില വ്യൂ ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരല് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മലപ്പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മൊറയൂർ വന്നിട്ട് ഉള്ളിലേക്ക് റോഡുണ്ട്. അതായത് മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ മൊറയൂർ എത്തിയിട്ട് അവിടുന്ന് റൈറ്റൊക്കെ റോഡുണ്ട്. അപ്പോൾ ആ റോഡിന് വന്നാൽ നേരെ വരുന്നത് ഈ മിനിയൂട്ടിക്കാണ്. അതേപോലെ തന്നെ മലപ്പുറം ഒതുക്കുങ്ങൽ ആ വഴിയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ പൂളാപ്പീസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഒരു പെട്രോൾ പമ്പൊക്കെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് റൈറ്റൊക്കെ തിരിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ എത്താം. പിന്നെ അതല്ലാണ്ട് റോഡും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മലപ്പുറത്തുനിന്ന് മേൽമുറി വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേൽമുറി ഉള്ളിലൂടെ കയറിയാൽ കുറച്ച് റിസ്ക്കാണ് ആ റോഡ്. അപ്പോൾ മേൽമുറി ഉള്ളിലൂടെ കയറി വന്നാലും നിങ്ങൾക്ക് നേരെ എത്തുന്നത് നിങ്ങൾ ഈ ലൊക്കേഷനിലേക്ക്, അതായത് ഇതിൻ്റെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നിങ്ങൾ എത്തുക. പിന്നെ നിങ്ങൾക്ക് നേരെ മിനിയൂട്ടി എത്താൻ പറ്റും അവിടെ നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള റോഡ് എന്ന് പറഞ്ഞത്. പിന്നെ കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നെടിയുരുപ്പ് ആ റൂട്ടിന് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു റൂട്ടും എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക. അതിരാവിലെ നിങ്ങൾ എത്തണം ഇവിടെ. അപ്പോഴാണ് ഇവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഫോഗും കാര്യങ്ങളെല്ലാം ഉള്ളത് അതിരാവിലെ എത്തുമ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. എന്നാലും ഇവിടെ നോക്കിയേ, നല്ല ഫോഗും നല്ല കിടില സ്റ്റണ്ണിങ് വ്യൂ ആണ് ഇവിടെ. ഫുള്ള് കോറിയാണല്ലേ, ഫുള്ള് കോറിയാണ്. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് തെങ്ങ് തോപ്പാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഇലകളിലൊക്കെ നല്ല മഞ്ഞ് വീണിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിമൊക്കെ നല്ല മഞ്ഞുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അവിടെ ഇങ്ങനെ ആക്കുമ്പോൾ നോക്കി ഇതിമൊക്കെ വെള്ളമാണ്. അപ്പോൾ
നല്ല മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്ത രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞുണ്ടാവും, നല്ല കിടിലം വ്യൂ ആയിരിക്കും ഇവിടെ. പിന്നെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് മീൻസ് ചെറിയ സ്നാക്ക്, ചായ അങ്ങനത്തെ കിട്ടും ഈ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ചെറിയ ചെറിയ കടകളൊക്കെ അതിരാവിലെ തന്നെ ഇവിടെ ഓപ്പണിംഗ് ആണ്. കാരണം ഇവിടെ രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാണാനും ജസ്റ്റ് വാക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ നല്ലോണം ഉണ്ട് ഇവിടെ. കാരണം നല്ല ഫ്രഷ് എയറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഫാമിലി എല്ലാം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരും ചെയ്യാൻ, സേഫുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ മിനി ഊട്ടിൻ്റെ വിശേഷങ്ങൾ. ആഹാ, അപ്പോൾ ഇവിടെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. നമ്മൾ ഈ മിനി ഊട്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന ചില വീഡിയോസും ചില സ്ഥലങ്ങളൊന്നും ആക്ച്വൽ മിനി ഊട്ടി അല്ല. കാരണം അത് ചെരുപ്പടിമല എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നോക്കിയാലാണ് നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളും ഫ്ലൈറ്റ് ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റുന്നത്. അവിടെയാണ് 2 സൈഡിൽ കോറയൊക്കെ ഉള്ള സ്ഥലം നിങ്ങൾ കാണാം മിനി ഊട്ടി നടക്കുന്ന സമയത്ത്. ആ അതെ, തിരുവോണമല പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലം വ്യൂ ആണ്, നല്ല സ്ഥലമാണ്. പക്ഷേ നമ്മളത് നമ്മളെന്തായാലും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത് കയറുന്നില്ല, ഇന്ന് നമ്മൾ മിനി ഊട്ടി കാണാനാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ചെരുപ്പടിമലയും നമ്മുടെ തിരുവോണമലയൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഓ വാ, നമ്മളിപ്പോൾ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ നമ്മുടെ മേലക്കൻ്റെ പൂവാണ്. അവിടെയാണ് കുറച്ച് ആൾക്കാരും കുറച്ച് ടീ ഷോപ്പും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളത്. കുറച്ചും കൂടെ മേലെയാണ്, നമുക്ക് അവിടെ പോവാം. അങ്ങനെ ഫുൾ കാറിലാണ് കേട്ടോ ആൾക്കാർ വന്നിട്ടുള്ളത്. അധികം ആൾക്കാർ കാറിൽ കൊണ്ടാണ് വന്നിട്ടുള്ളത്. കാരണം കൊറോണ ഒക്കെ കാരണം കാറിൽ വന്നതെന്ന് തോന്നുന്നില്ല. ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. ഓ ഇവിടെ ചെറിയ സ്നാക്കിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിനി ഊട്ടിൻ്റെ എക്സാക്റ്റ് വ്യൂ പോയിൻ്റ്. ഇവിടെയാണ് അതിൻ്റെ ഒറിജിനൽ വ്യൂ പോയിൻ്റ് കിടക്കുന്നത് കാണാനൊക്കെ അല്ലേ. ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് വരും നമ്മുടെ ചെരുപ്പടിമല. ചെരുപ്പടിമലയും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. നല്ല അടിപൊളി കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ് അതും. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ റബ്ബറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ താഴെ റബ്ബർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ റബ്ബർ മരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വ്യൂ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതുണ്ടോ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഷോപ്പുകളുടെയൊക്കെ ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. കാരണം ഇവിടെ നിങ്ങൾക്ക് കഴിക്കാനും വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ സൂര്യൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലൈറ്റിൻ്റെ കുറച്ചുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചായയൊക്കെ കിട്ടും. അവിടെ ചെറിയ സ്നാക്ക്, ഉപ്പിലിട്ട മാങ്ങ. ഇതൊന്നും രാവിലെ ആരും കഴിക്കാൻ നിൽക്കരുത്. ഇവിടെ രാവിലെ തന്നെ കടയൊക്കെ തുറക്കുമോ? സുബൈക്ക് തുറക്കൂലേ? സുബൈക്ക് ആളുണ്ടോ അവിടെ? തുറക്കൂലേ? പിന്നെ ഇവിടെ എന്തോ ഒരു സ്വിമ്മിങ് പൂളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ചെരുപ്പടിമല അക്വാ സ്വിമ്മിങ് പൂള്. ഇത് എവിടെയാണെന്ന് ആവോ അക്വാ വേവ്. ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കും. പിന്നെ അവിടെ ഒരു ചെറിയ ഒരു പാറയുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ. വോ ഹായ്. അപ്പം നമ്മൾ ഇവിടുന്ന് നമ്മൾ പോവാണ്. അപ്പോൾ അതെ, കുറേ റബ്ബർ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങളവിടെ വെറുതെ പോയിരിക്കാറുണ്ടായിരുന്നു കൊറോണൻ്റെ മുന്നേ. അപ്പോൾ നമുക്ക് തിന്നാളൊക്കെ വാങ്ങിയിട്ട് അവിടെ പോയിരുന്ന് തിന്നാം. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, let's go there. ഫുള്ള് മഹാഗണി അല്ല ഇവിടെ. ഇതൊക്കെ നോക്കി ഇവിടെ അങ്ങനെ അല്ല, ഇത് മഹാഗണി അല്ല,
ഇത് റബ്ബർ മരങ്ങളാണ്. മഹാഗണി ഉണ്ട് അതിൻ്റെ കൂടെ. മഞ്ഞൊക്കെ ഉരുകി തുടങ്ങിയല്ലേ? എത്ര പെട്ടെന്നല്ലേ ലേറ്റ് ആയത്. അവിടെ കാക്കകൾ ഓരോ കൊമ്പില്. ഇത് കാണാൻ നല്ല രസമല്ലേ ഈ ഒരു പൂള പീസ് എന്ന് പറയട്ടെ. ശരിക്കും ഇങ്ങോട്ടൊക്കെ എന്തോ പൂള പീസ് എന്നും കൂടെ പറയും ഈ ഒരു ഭാഗത്തേക്ക്. ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോഗ് ഉണ്ട്, കുറച്ച് ഫോഗ് ഇവിടെ ഒക്കെ ഇങ്ങനെ കയറുന്നുണ്ട്. ഹിയർ വി ആർ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ പറഞ്ഞ സ്പോട്ട് ഇതാണ്. പക്ഷേ ഈ കൊറോണ കാരണം ഇവിടെ ഒന്നും അധികം ആരും വരുന്നില്ല തോന്നുന്നുണ്ട്. മറ്റേത് ഇവിടെയൊക്കെ ആൾക്കാർ വരാറുണ്ട്, ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആരും വരാത്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അങ്ങനെ കുറേ പൊന്തയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇപ്പോൾ ഇവിടെ അങ്ങനെ കണ്ടോ ഈ പാറയൊക്കെ. ഇപ്പം ഇതുപോലെ ഇങ്ങനെ കുറേ പാറകളുണ്ട് ഇവിടെ ഇങ്ങനെ ഈ റബ്ബർ തോട്ടത്തിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാം നമുക്ക്. ഈ റോഡ് സൈഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ വന്നിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ സമയം ആയതുകൊണ്ട് ആർക്കും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തോന്നുന്നു ഇവിടെയൊക്കെ കാട് പിടിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കെന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പോവാം. അപ്പം ഞങ്ങളിവിടെ ഇരിക്കാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പക്ഷേ ഇവിടെ ഒന്നും കാണാനിപ്പോൾ ഒരു അത്ര ലുക്ക് കിട്ടുന്നില്ല. അവിടെ താഴെ കുറേ പാറയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിരുന്നാലൊക്കെ നല്ല സ്റ്റണ്ണിങ് വ്യൂ ആണ് അവിടെയൊക്കെ. അവിടെ പൂവി ഇരിപ്പിടം തേടി പോവാണ്ട. അത് പൂവണ്ട. അവിടെ കാടാണ്, അത് നിറച്ച് മുള്ളാണ് പൂവിയെ. ആരെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടോ രാവിലെ നേരം എടുത്തേക്കിന്? പോയി മുള്ളാണെന്ന് പറഞ്ഞപ്പോൾ വഴിയാണെന്ന് പറഞ്ഞ് അവസാനം അവിടെ മുള്ള് കോറി. ഇതൊക്കെയാണ് നമ്മളെ ഇരിപ്പിടം. പൂവയ ഒരു ഹായ്. ഇവിടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ തന്നെ റോഡുമാണ്. ഞങ്ങളിവിടെ വന്നിരുന്നിട്ട് അവിടുന്ന് കുറച്ച് മാങ്ങേ നെല്ലിക്കേ പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ ഇരുന്ന് തിന്നുക, വർത്താനം പറയുക, ഫോണിൽ വല്ല വീഡിയോ കണ്ടിരിക്കുക. അതായിരുന്നു ഞങ്ങളുടെ കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന പരിപാടി. ഇതിങ്ങനെ ഒരു റബ്ബർ തോട്ടമാണ് ഇവിടെ. ഇങ്ങനെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാക്ക ഇവിടെ റബ്ബർ വെട്ടുന്നുണ്ട് കേട്ടോ താഴെ. ഉണ്ടോ എന്ത് സ്പീഡിലാണ് മൂപ്പരത് വെട്ടുന്നത് താഴെ. ഓ നല്ല രസമുള്ളൊരു സ്ഥലം. അപ്പം നമ്മൾ കുറേ കാലത്തിനു ശേഷം പോയി നമ്മൾ ഈ സ്പോട്ടിൽ നമ്മൾ വരുന്നത്. അതെ, കഴിഞ്ഞ മാർച്ചിലൊക്കെ വന്നതായിരിക്കില്ലേ നമ്മള്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. കാരണം ഇവിടെ അടുത്താണ് നമ്മുടെ വീട്. പക്ഷെ എന്നിട്ടും നമ്മൾ വന്നില്ല അവിടെ, കാരണം ബിക്കോസ് ഓഫ് കൊറോണ. അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് രാവിലെ എണീറ്റ് നമ്മൾ മിനി ഊട്ടി വന്നു. അപ്പോൾ ഇവിടെ ഇത് മാത്രമല്ല കാണാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പടിമല പോയില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കാണാം. ചെരുപ്പടിമല അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ കുറച്ചും കൂടി രാവിലെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി രാവിലത്തെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ഇഷ്ടമായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല കിടിലൻ യാത്രകളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഹോ എന്ത് രസമല്ലേ.